ജർമ്മനി വന്നിട്ടുള്ള ആദ്യത്തെ ന്യൂ ഇയർ അന്നും എനിക്ക് ജോലിയുണ്ട്, നൈറ്റ് ഡ്യൂട്ടി. എന്നാൽ മെക്ഡിയിലെ ന്യൂ ഇയർ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഫ്രാങ്ക്ഫർട്ടിൽ കുറച്ചൊക്കെ കാണാൻ പറ്റും. ഇത് ഞാൻ ജോലിക്ക് കയറാൻ വേണ്ടി വരുമ്പോൾ കോൺസ്റ്റാബിളർ വഹയിൽ കണ്ടതാണ്. ഇതിനകത്ത് ഇവർ പറയണത് 20 മണി എന്ന് വെച്ചാൽ 8 മണിക്ക് ശേഷം ഫയർ വർക്ക്സ് നിരോധിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അതിനുശേഷം അവിടെ രാത്രി 12 മണിയാകുമ്പോൾ എന്തായാലും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഫ്രാങ്ക്ഫർട്ട് ഒരു മെയിൻ സെൻറ്റർ, അതൊന്നും പാടില്ല എന്നാണ് പറയണേ. ഇത് 12 മണി ആവുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾക്ക് വൈനും പിസയൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ. അതേയും ഞങ്ങൾ മെല്ലെ പുറത്തൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ട് പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്. മെയിനായിട്ട് നടക്കുന്നത് ഇവിടെയല്ല കേട്ടോ, ഫ്രാങ്ക്ഫർട്ട് ബ്രിഡ്ജ് ഉണ്ട്, അവിടെയാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ അത്ര കാര്യമായിട്ടൊന്നുമല്ല, എന്നാലും എല്ലാവരും പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരും പടക്കമൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ തിരിഞ്ഞാലും പോലീസിനെ കാണായിരുന്നു കേട്ടോ. പോലീസ് കണ്ടാൽ പ്രശ്നമാക്കുന്ന ആയിരുന്നു. ഞാനന്ന് ഒന്നും വിചാരിച്ചില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പോലീസ് എല്ലാവരെയും വന്ന് നിർത്തിക്കുന്നുണ്ടായിരുന്നു പടക്കം പൊട്ടിക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങളും പടക്കം പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞ് ആ സാധനം എടുത്തുകൊണ്ട് ഇവർ കുറേ നേരം കത്തിക്കാൻ നോക്കും. ഇതുവരെ കത്തിച്ചില്ല. ആ ഒരു സാധനമാണ് കയ്യിലുള്ള. അങ്ങനെ കുറേ നേരം മറ്റേ ലൈറ്ററൊക്കെ എടുത്ത് മാറി കത്തിക്കുന്നുണ്ട്. പോലീസുകാരാണ് അവിടെ നിന്ന് നോക്കത്തുണ്ട്. ലാസ്റ്റ് കത്തിച്ച് ഞാൻ ചേട്ടന് പ്രാന്താണ് കൈ പിടിച്ച് നമുക്ക് കാണുന്ന മനസ്സിലാവും. പുള്ളിയൊരു അഫ്ഗാൻകാരനാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും പോകുന്നതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും ഇത് ശരിക്കും മോളിൽ പോയി കത്തേണ്ടതല്ലേ? എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ സ്ട്രീറ്റിലേക്ക് കുറച്ചും കൂടെ നടന്നു കേട്ടോ. ഞങ്ങളൊരു 11:30 ആയപ്പോൾ ക്ലോസ് ചെയ്തു. പിന്നെ 1 മണിക്കാണ് തുറന്നത്. അതുവരെ എല്ലാവരും പുറത്തു കൂടി ഇങ്ങനെ തേരാപ്പാര നടക്കി. ഇവർ കുറേ പടക്കമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇവിടെയൊക്കെ പോലീസ് വരുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടു. എല്ലാവർക്കും ഭ്രാന്താണ്. പടക്ക് എടുത്തിട്ട് മീൻസ് ഇവിടെ തിരക്കില്ല, കാരണം ഇവിടെ നിരോധിച്ചുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ തിരക്കധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റേ ഞാൻ പറഞ്ഞ ബ്രിഡ്ജിൻ്റെ ഒക്കെ അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മേത്തേക്കൊക്കെ ഇട്ടിട്ടായിരുന്നു പൊട്ടിക്കുന്നത്. ബെർലിനിലൊക്കെ ഞാൻ വീഡിയോ ഇൻസ്റ്റയിൽ കണ്ടു. നന്നായി പോവാത്തേന്ന് തോന്നി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ പോലീസ് പിടിച്ച് ഞങ്ങളെ വന്ന് ഭയങ്കര ഞെട്ടിക്കലൊക്കെ ആയിരുന്നു. എന്നെയല്ല കേട്ടോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ എല്ലാവരെയും വന്ന് ഞെട്ടിച്ച് കുറേ ചീത്തയൊക്കെ പറഞ്ഞു ഇനി പൊട്ടിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കടയൊക്കെ തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പുറത്തൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. എന്നാന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ അവിടെ സെക്യൂരിറ്റികളുണ്ടാവും കേട്ടോ 10 മണിക്ക് ശേഷം ഇങ്ങനത്തെ ദിവസങ്ങളിലും ശനി ഞായറൊക്കെ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരാൾ കത്തി കൊണ്ട് കുത്താൻ വേണ്ടി പോയി വേറൊരാളെ. അപ്പോൾ അയാളുടെ തലക്കിട്ടടിച്ച്. അങ്ങനെ മറ്റേ ആളെ അവിടെ നിലത്ത് കിടത്തി കൈയൊക്കെ കെട്ടി നോക്കുമ്പോൾ മറ്റേയാളുടെ മുഖത്ത് നിറയെ ചോര മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഈ പോലീസുകാർ ഇതുപോലെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ന്യൂ ഇയർ. ബൈ.